ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പാണ് കേട്ടോ. അപ്പോൾ പപ്പക്കായൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൂടുകാലമായ കാരണം വെള്ളം കുറവായ കാരണം നനയൊക്കെ കുറവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ വാഴയൊക്കെ ഉണ്ട് പറമ്പിൽ. അപ്പോൾ അതിൻ്റെ വാഴക്കൊടപ്പൻ എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മോനാണ് പൊട്ടിക്കണത്, തോട്ടി ഉപയോഗിച്ചിട്ടൊക്കെ പൊട്ടിക്കണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ ആണ് നിൽക്കണത്. അപ്പോൾ കുറച്ച് വാഴക്കുടപ്പൻ 2, 3, 4 5 കുടപ്പനൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനിയും ഉണ്ട് കേട്ടോ. ഒരുപാട് കുടപ്പനുണ്ട്. ശരിക്കും വലിയ കുടപ്പനാണ്. വലിയ കുടപ്പനാകുമ്പോൾ 1-2 കുടപ്പനൊക്കെ മതിയാവും നമുക്ക്. എന്തായാലും കുറച്ചധികം പൊട്ടിച്ചു. 4-5 എണ്ണമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴക്കുടപ്പൻ്റെ ഉപ്പേരി നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ വാഴക്കുടപ്പനൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി അത് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ആദ്യത്തെ കുറേ ലീഫുകളൊക്കെ ഇല്ലല്ലോ, അതിൻ്റെ ആ പോളകളൊക്കെ എടുത്ത് കളയും കേട്ടോ. ഞാൻ കുറേ അധികം കളയുന്നുണ്ട്. ചിലർ അത്ര കളയില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ കളയും. എന്നിട്ടാക്കി ആ വൈറ്റായിട്ടുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. വാഴക്കുടപ്പൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിനായാലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രോട്ടീനൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ വാഴക്കുടപ്പൻ വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വെക്കണത്. അതല്ലാതെ മുതിരയായിട്ടും പയർ ഇട്ടിട്ടൊക്കെ വെക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ അത് തേങ്ങ ചിരകിയിട്ടിട്ടുള്ള വെറുതെ ഒരു തോരൻ പോലെയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊളിച്ച് 5 എണ്ണം പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. പോളകൾ എടുത്തു കഴിഞ്ഞു. ഈ വാഴക്കൊലയുടെ ആ കുടപ്പൻ എടുത്തു കഴിഞ്ഞാലാണ് വാഴപ്പഴത്തിന് ആ കായ്ക്ക് വലിപ്പം ഉണ്ടാവുക എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ കുടപ്പൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പെരുവയ്ക്കാനൊക്കെ നല്ല അതാണല്ലോ. വാഴക്കൂമ്പ്, വാഴക്കൊപ്ര എന്നൊക്കെ പറയും കേട്ടോ അതിനെ. വാഴപ്പൂവ് അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ വാഴക്കുടപ്പൻ അങ്ങനെ എല്ലാം പറയും. വാഴക്കൊപ്ര എന്നൊക്കെ ഞങ്ങൾ പറയും. പല സ്ഥലങ്ങളിലും പല പേരിലാവും ഇത് അറിയപ്പെടുന്നുണ്ടാവുക. കൂടുതൽ ന്യൂട്രീഷൻസും അതുപോലെ തന്നെ കാൽസ്യമൊക്കെ കൂടുതലുള്ള ഒരു ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ വാഴക്കൂമ്പ്. അതുകൊണ്ട് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതിലെ വിഷമടിക്കാത്ത നല്ല പച്ചക്കറികളിലൊന്നാണല്ലോ ഈ വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത്, വാഴക്കൂമ്പ്. അപ്പം നമുക്കത് എല്ലാതും പൊളിച്ചെടുത്തു. ഇനി അത് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് ആദ്യം കഴുകിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചെളിയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ പോളകളുടെ ഉള്ളിലാണ്. എന്നാലും നമ്മളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. കാരണം നമ്മളത് അരിയണത് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി വാങ്ങുമ്പോൾ അതിൽ തന്നെ നമുക്ക് ചോപ്പ് ചെയ്യാനുള്ള ചോപ്പർ ഉണ്ടാവും കേട്ടോ. ആ ചോപ്പറിലിട്ടിട്ടാണ് നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലുതാക്കിയിട്ട് അരിയണത് കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ കടഭാഗം നമ്മൾ കളയണം കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇച്ചിരി വലുതാക്കിയിട്ടാണ് ഞാൻ അരിയണത്. അതിൽ എന്നിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് നന്നായി ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല പൊടിയായിട്ട് തന്നെ അത് അരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഈ കട്ട് ചെയ്തത് നമുക്ക് ജാറിലിട്ടിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തത് നമുക്കിതിലിടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി സ്റ്റാർട്ടാക്കണ പോലെ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായി ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് അരിയാൻ ഇരിക്കണതിൻ്റെ ഒരു സമയലാഭവും ഒക്കെ കൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ മിക്സി വാങ്ങണവരാണെങ്കിൽ ഇത് വാങ്ങുകയാണെങ്കിൽ വളരെ ഉപകാരമുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ജ്യൂസർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ, പ്രീതി സോഡിയാക്ക്. അപ്പോൾ നമുക്കിനി ഇത് ചോപ്പ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ കണ്ട നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വല്ലാണ്ട് നാരുകൾ ഉണ്ടാവില്ല, എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നമുക്കത് തോരൻ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉപ്പേരി വെക്കാനായിട്ട് വേണ്ട വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചതച്ച് നമുക്ക് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ഉള്ളി കാച്ചി അതിൽ ഞാൻ പൊടിമുളകാണ് കേട്ടോ ഇടുന്നത്. ആദ്യം റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്, ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ RCMൻ്റെ. അതിട്ട് നമ്മൾ വെളുത്തുള്ളി സാധാ ഉപ്പേരി കാച്ചണ പോലെ തന്നെ കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിമുളകാണ് എടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് വേണം അങ്ങനെ അതെടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ പൊടിമുളകാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കും. നമ്മളിത് ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ചിലരിത് പയറും മുതിരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. നമ്മളങ്ങനെയല്ല ചെയ്യണത് കേട്ടോ. നമ്മൾ വെറുതെ ഒരു തേങ്ങ ചിരകിയിട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് വെറുതെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം, ചോറിൻ്റെ ഒപ്പം കഴിക്കാം, ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം, എല്ലാതിൻ്റെ ഒപ്പവും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിക്കാം കേട്ടോ. അത് ആവിയിൽ വേവിച്ചതിന് ശേഷം മുഴുവൻ വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത്.